എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റാപ്പ് അല്ലെങ്കിൽ റോൾ എന്ന് പറയാം. അപ്പോൾ ഇത് ലഞ്ച് ബോക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഏത് പ്രോട്ടീൻ സോഴ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. നമ്മളിന്ന് ചെയ്യുന്നത് ട്യൂണ വെച്ചിട്ടാണ്, അതായത് ടിന്നിലുള്ള ട്യൂണ വെച്ചിട്ട്. നമ്മൾ വെള്ളത്തിൽ ഉള്ള ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ട്യൂണ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ചതാണ്, അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാനിവിടെ 2 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഉള്ളി, പിന്നെ കുറച്ച് മല്ലിയില. ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പച്ച ചുവ വരും, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഇന്ന കാര്യങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടും നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടും ഇത് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, 100 ഗ്രാം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സ്പൈസിന് വേണ്ടിയിട്ട് നമ്മൾ ലെമൺ പെപ്പർ ഒരു പൗഡറും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മയണൈസ് ചേർത്ത് കൊടുക്കാം. മയണൈസിനെക്കാട്ടിലും ഒന്നുകൂടെ ഹെൽത്തി ക്രീം ചീസാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെസ്തോ സോസാണ്, ബേസിൽ ലീവ്സും ഒലിവ് ഓയിലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സോസാണ്. ഇതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. ഈ തക്കാളിയും അതുപോലെ പെസ്തോ ഒക്കെ തികച്ചും ഓപ്ഷനിലാണ്. മയണൈസ് മാത്രം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫില്ലിങ്. ഇനി നമ്മൾ ഈ റോളിന് മുകളിൽ ബ്രഷ് ചെയ്യാനായിട്ട് ഒരു ചില്ലി ഗാർലിക് ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിലേക്ക് 1 ടീസ്പൂൺ മിൻസ്ഡ് ഗാർലിക് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സ്മോക്ക്ഡ് പാപ്രിക്കയാണ്. ഇത് റെഡ് ക്യാപ്സിക്കം ഉണക്കി പൊടിച്ചാണ്, നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മളിനി ഈ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ വലിയ ടോട്ടിയാസാണ്. അപ്പോൾ അത് തന്നെ വേണമെന്നില്ല, ചപ്പാത്തി പരത്തി എടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ ലോ ഫാറ്റ് ചീസ് ഒരു സ്ലൈസ് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ്ങിൽ നിന്ന് 2 സ്പൂണ് വലിയ സ്പൂണ് ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്കിത് ഒരെണ്ണം കഴിക്കുമ്പോഴേ വയറ് നിറയും, ഒരെണ്ണം മതി. അപ്പോൾ ഒരു ഏകദേശം ഒരു 400 കിലോ കാലറീസ് ഉണ്ടാവും ഒരു റോള്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി ഓയിലും കൂടെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് തവയുടെ മുകളിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ 5 മിനിറ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിലേക്ക് ചീസ് സ്ലൈസിന് പകരം നിങ്ങൾക്ക് മോസറല്ല ചീസൊക്കെ ചേർക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റാപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്